വഅദെന്ന് പറഞ്ഞാൽ പിരിക്കാനുള്ളതല്ലടോ, കളിയാക്കാനുള്ളതല്ല. അതിൻ്റെ മഹത്വം നമ്മൾ പഠിക്കണം. അതിൻ്റെ മഹത്വം മക്കളെ നിങ്ങൾ ട്രോളുന്നത് പോലെ ട്രോളാനുള്ളതല്ല വഅദ്. ആ വഅദിന്റെ മഹത്വം അറിയണമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കയറി നിന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഫിർഔനിനോട് പറഞ്ഞു കൊടുത്തു. ഓൻ നന്നായില്ല. പക്ഷെ ആ പ്രഭാഷണം കേട്ട് വേറെ രണ്ടുപേര് നന്നായി. ഫിർഔൻ നന്നാകുന്നതിന് വേണ്ടി ആ വഅദ് പറഞ്ഞേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഫിർഔൻ ആ വഅദ് കേട്ട് നന്നായില്ല. എന്നാൽ ആ വഅദ് കേട്ട് നന്നായതാരെന്നറിയുമോ? ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആ കൊട്ടാരത്തിലെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ, ഈ രണ്ട് പെണ്ണുങ്ങളാണ് ആ വഅദ് കേട്ടിട്ട് നന്നായത്. പടച്ചവനെ, മാതാ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പഠിക്കണേ പെങ്ങള്. എല്ലാ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും നിനക്കറിയുമല്ലോ. എന്നാ പെങ്ങളെ, ആരാണ് മാസിത എന്നറിയുമോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ, മൂസാ നബിയുടെ പ്രഭാഷണം കേട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അതാ മാസിത തന്റെ ഭർത്താവിനെ ദഅവത്ത് നടത്തി മുസ്ലിമാക്കുകയാണ്. തന്റെ മക്കളെ മുസ്ലിമാക്കുകയാണ്. പടച്ചവനെ, അതാ ആരും അറിയാതെ രഹസ്യമായി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയായും മാസിതായും രണ്ടുപേരും മുസ്ലിമായി ജീവിക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ ഒരു ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പങ്ങ് കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോ മാസിത പറഞ്ഞു, അല്ലാ അല്ലാ. ഫിർഔനിന്റെ മകൾ ചോദിക്കുന്നു, മാസിത, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ സാക്ഷാൽ ഫിർഔനിന്റെ മകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനാണ് റബ്ബ്, ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാഹ്. നമ്മളെ മുഴുവനും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔനിന്റെ പൊന്നാര മകളോട് മാസിത പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല, നിന്റെ വാപ്പ കേവലം അടിമയാണ്. നിന്റെ വാപ്പ കേവലം അടിമയാണ്. ആ അടിമയെ പടച്ചവനാണ് അല്ലാഹ്. പടച്ചവനെ, മൂസാ നബി ഇവിടെ വന്ന് നിന്ന് ദഅവത്ത് നടത്തിയ ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മാസിത ബീബി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോൾ എഴുന്നേറ്റ് ഓടുകയാണ്. രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? ഫിർഔനിന്റെ മുഖമങ്ങ് വല്ലാതെ ചുമക്കുകയാണ്. ആരാണ് മോളെ നിന്നോട് പറഞ്ഞത് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന്, ഞാൻ അടിമയാണെന്ന്? പടച്ചവനെ, ഫിർഔനിന്റെ പൊന്നാര മകള് പറയുന്നു, മാസിത പറയുകയാ, നിങ്ങൾ അടിമയാണെന്ന്. നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ, ഫിർഔനിനെ നാണക്കേടായടോ. മാസിതയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത, ഞാനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് നീ പറഞ്ഞോ മാസിത? മാസിത പറഞ്ഞു, നിന്നെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഞാൻ ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പടച്ചവനെ, വല്ലാത്ത പ്രശ്നമായടോ. അവസാനം ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരാളും മതം മാറാൻ പാടില്ല. മാസിത പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരാളും മതം മാറരുത്. ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. അതിനെന്ത് ചെയ്തെന്നറിയുമോ? മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാ.
തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാസിത്ത മാറ്റമുണ്ടോ? കൊന്നാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ തലകീഴായി കെട്ടി നിർത്തുകയാണ്. ചോദിച്ചു, മാസിത്ത മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇതിനകത്തിട്ട് ഞങ്ങൾ കൊന്നുകളയും മാസിത്ത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാസിത്ത ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുകയാണ്. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഷഹീദായടോ. അതാ മൂത്തുമകളെ കൊണ്ടുവന്നു. ഒന്നാമത്തെ പൊന്നുമോളെ കൊണ്ടുവന്നു. ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു. ഇനി മകളെയും കൊന്നുകളയണോ? മാസിത്ത പതറിയില്ല. തന്റെ പൊന്നാര മകളെയും അവര് കൊല്ലുകയാണ്. അടുത്ത കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത മാറ്റമുണ്ടോ? പതറിയില്ല, പരാജയപ്പെട്ടില്ല. ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചു. മൂന്നാമത് മാസിത്തയുടെ മാറിടത്തിലേക്ക് ചേർന്നിരിക്കുന്ന തന്റെ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ആ പൊന്നാര മകനെ പിടിക്കാൻ വരികയാണ്. മാസിത്തയുടെ കയ്യിലിരിക്കുന്ന പൊന്നുമോനെ താ മാസിത്ത എന്ന് പറഞ്ഞു പിടിച്ചുപെടുക്കാൻ വരുമ്പോ മാസിത്തയൊന്ന് പതറുകയാ. മാസിത്തയൊന്ന് പതറുകയാ. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. കാരണം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് തന്റെ പൊന്നാര മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. തന്റെ പൊന്നാര മകനെ കൊടുക്കാതെ മാസിത്ത ബീവിയുടെ കണ്ണൊന്നു നിറയുമ്പോ, മോനെ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും മാസിത്ത ബീവിയുടെ ചരിത്രം വായിക്കാമല്ലോ. തന്റെ പൊന്നാര മകനെ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോ മാസിത്ത കരയുകയാണ്. തന്റെ കണ്ണൊന്ന് നനയുകയാണ്. എല്ലാവരും വിചാരിച്ചു മാസിത്ത തോറ്റുപോയെന്ന്. കളിയാക്കുകയാ, എല്ലാവരും പരിഹസിക്കുകയാ. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ. ഇവള് പേടിച്ചു പോയി, ഇവള് മതം മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്ന പ്രായമായില്ല. പക്ഷേ തന്റെ ഉമ്മയെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വിളിക്കുന്നു, യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? നമ്മൾ സ്വർഗത്തിലല്ലേ? ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞവിടന്ന് വിളിച്ചു പറയുകയാ. ആ കുഞ്ഞിനെയും ആ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. അവസാനം മാസിത്തയും കൊന്നുകളഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ ഫിറഔന് കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കേറി ചെല്ലുമ്പോ ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔന് ചോദിച്ചു, ആസിയാ ഇഷ്ടമായോ? ആസിയാ ഇഷ്ടമായോ? ആസിയാ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിനും അവരുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ നിനക്ക് ഇഷ്ടമായോ? പടച്ചവനെ, ആസിയാ ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ? ആരുടെയോടാണ് സംസാരിക്കുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ച ആസിയ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആസിയ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. റബ്ബി മൂസ ഞാനും അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. ഇതാണോ ധൈര്യമെന്ന് പറയുന്നത്? ഇതാൾ ബലമുണ്ടായിട്ട് പറഞ്ഞതല്ല, ഇതാൾ ബലമുണ്ടായിട്ട് പറഞ്ഞതല്ല. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയപ്പോ കിട്ടിയ വല്ലാത്ത ഒരു ധൈര്യമാ. പടച്ചവനെ, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴേക്കിട്ടപ്പോ അത് പാമ്പാവുകയാണ്. അതാ ഫിറഔനിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഴുവനും പാമ്പുകള് ആ വലിയ പാമ്പങ്ങ് വിഴുങ്ങുകയാണ്. അത് കണ്ടപ്പോ ഫിറഔനിന്റെ കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി. അവര് മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ, മുസ്ലിമായിട്ട് 40 കൊല്ലമായില്ല, 50 കൊല്ലമായില്ല, 60 കൊല്ലമായില്ല, ഒരു ദിവസമായില്ല. മൂസാ